ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യൂമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 4ാം ക്ലാസ്സിലെ മക്കളുടെ ഗണിതത്തിലെ 10ാമത്തെ പാഠമാണ്. അളന്നും തൂക്കിയും എന്നാണ് ഈ പാഠത്തിൻ്റെ പേര്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 4ാം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങളുടെയും വീഡിയോസ് HTD4 ന്യൂ സിലബസ് എന്നുള്ള പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. മിലന്റെ ചേച്ചിയുടെ കല്യാണമാണ്. ഒരുക്കങ്ങൾ തുടങ്ങി. ചിത്രം നോക്കൂ ചിത്രത്തിൽ എന്തൊക്കെ കാണുന്നുണ്ട്. ഒരുപാട് സാധനങ്ങളൊക്കെ ഇറക്കുന്നത്, തോരണങ്ങൾ തൂക്കിയിടുന്നത്, പിന്നെ മിലന് അച്ഛന് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കുന്നതൊക്കെ കാണാം. എന്തൊക്കെ സാധനങ്ങൾ? വാങ്ങേണ്ട സാധനങ്ങളുടെ ലിസ്റ്റുമായി മിലനും അച്ഛനും കടയിലെത്തി. ഉപ്പ് 5 കിലോഗ്രാം, അരി 150 കിലോഗ്രാം, എണ്ണ 50 ലിറ്റർ, പഞ്ചസാര 150 കിലോഗ്രാം, പായസപ്പരിപ്പ് 75 കിലോഗ്രാം, പാല് 125 ലിറ്റർ, തൈര് 50 ലിറ്റർ, ശർക്കര 60 കിലോഗ്രാം, മുളക് 10 കിലോഗ്രാം, മല്ലി 10 കിലോഗ്രാം, ഉള്ളി 30 കിലോഗ്രാം, വിനാഗിരി 3 ലിറ്റർ. ലിസ്റ്റ് നോക്കൂ. ഇവയിൽ ഏതെല്ലാമാണ് തൂക്കി വാങ്ങുന്നത്? അപ്പോൾ നമുക്കവിടെ ടേബിളിൽ തൂക്കി വാങ്ങുന്നവ, അല്ലാത്തവ എന്ന് തന്നിട്ടുണ്ട്. തൂക്കി വാങ്ങുന്നവയിൽ ഉപ്പ്, അരി, പഞ്ചസാര, പായസപ്പരിപ്പ്, ശർക്കര, മുളക്, മല്ലി, ഉള്ളി തുടങ്ങിയവ വരും. അല്ലാത്തവ എന്ന് പറയുന്നത് നമ്മൾ അളന്ന് വാങ്ങുന്നവയാണ്. അതിൽ പഞ്ചസാര, പാല്, തൈര്, വിനാഗിരി തുടങ്ങിയവ വരും. കടയിലെ സ്റ്റോക്ക് വിവരം നോക്കൂ. സ്റ്റോക്ക് വിവരം അവിടെ തന്നിട്ടുണ്ട്. അരി 5 ടൺ, പഞ്ചസാര 4 ടൺ, പരിപ്പ് 2 ടൺ, ഉഴുന്ന് 3 ക്വിൻ്റൽ, മുളക് 2 ക്വിൻ്റൽ, പയറ് 1 ടൺ, ശർക്കര 7 ക്വിൻ്റൽ, ഉണക്കമുന്തിരി 1/4 ക്വിൻ്റൽ, കശുവണ്ടിപ്പരിപ്പ് 1/2 ക്വിൻ്റൽ. അപ്പോൾ മിലനൊരു സംശയം. ടൺ, ക്വിൻ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കിലോഗ്രാം എന്നീ അളവുകളെ പഠിച്ചിട്ടുള്ളൂ അല്ലേ? കിലോഗ്രാമിനെക്കാട്ടിലും കൂടിയ ഒരളവാണ് ടൺ. ക്വിൻ്റൽ. അതിലേറെ കൂടിയ ഒരളവാണ് ടൺ. 1000 ഗ്രാം എന്ന് വെച്ചാൽ 1 കിലോഗ്രാം ആണെന്ന് അവിടെ തന്നിട്ടുണ്ട്. അതുപോലെ 100 കിലോഗ്രാം ആണ് 1 ക്വിൻ്റൽ. 100 കിലോഗ്രാം ചേർന്നാൽ 1 ക്വിൻ്റലായി. 1000 കിലോഗ്രാം ചേർന്നാൽ 1 ടണ്ണായി. അതുപോലെ 10 ക്വിൻ്റലാണ് 1 ടൺ. ഇനി കുറച്ച് ചോദ്യങ്ങൾ അവിടെ തന്നിട്ടുണ്ട്. കടയിൽ എത്ര കിലോഗ്രാം അരി സ്റ്റോക്കുണ്ട്? സ്റ്റോക്ക് വിവരം ഇവിടെ തന്നിട്ടുണ്ട്. 5 ടൺ അരിയാണുള്ളത്. 1 ടൺ എന്ന് വെച്ചാൽ 1000 കിലോഗ്രാം ആണ്. 1000 കിലോഗ്രാം ആണ് 1 ടൺ. അങ്ങനെയാണെങ്കിൽ 5 ടൺ എത്ര കിലോഗ്രാം ആയിരിക്കും? 1000 ഗുണിക്കണം 5 അല്ലെങ്കിൽ 5 ഗുണിക്കണം 1000 സമം 5000 കിലോഗ്രാം ആണ്. ഉഴുന്ന് 3 ക്വിൻ്റലാണുള്ളത്. 100 കിലോഗ്രാം ആണ് 1 ക്വിൻ്റൽ. അപ്പോൾ 3 ക്വിൻ്റൽ എന്ന് പറയുമ്പോൾ 100 ഗുണിക്കണം 3 അല്ലെങ്കിൽ 3 ഗുണിക്കണം 100 സമം 300 കിലോഗ്രാം ആണ് ഉള്ളത്. 1/2 ക്വിൻ്റൽ കശുവണ്ടിപ്പരിപ്പ് എത്ര കിലോഗ്രാം ആണ്? 1 ക്വിൻ്റൽ എന്ന് വെച്ചാൽ 100 കിലോഗ്രാം ആണ്. അപ്പോൾ 1/2 ക്വിൻ്റൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ പകുതി, 100ൻ്റെ പകുതി 50 കിലോഗ്രാം ആണ്. സ്റ്റോക്ക് നോക്കി പട്ടിക പൂരിപ്പിക്കൂ. നമുക്കിവിടെ പട്ടികയിൽ ഓരോ സാധനങ്ങളും അത് സ്റ്റോക്ക് എത്രയുണ്ട്, അത് കിലോഗ്രാമിൽ എത്രയാണ് എന്നാണ് പട്ടികയിൽ തന്നിരിക്കുന്നത്. അപ്പോൾ പഞ്ചസാര നോക്കൂ. പഞ്ചസാര സ്റ്റോക്കിൽ 4 ടൺ പഞ്ചസാരയാണുള്ളത്. കിലോഗ്രാമിൽ എത്ര വരും? 1 ടൺ സമം 1000 കിലോഗ്രാം ആണ്. അപ്പോൾ 4 ടൺ എന്ന് വെച്ചാൽ 1000 ഗുണിക്കണം 4 സമം 4000 കിലോഗ്രാം. പരിപ്പ് എത്രയുണ്ട് മക്കളെ? 2 ടണ്ണാണുള്ളത് സ്റ്റോക്കിൽ. അപ്പോൾ കിലോഗ്രാമിൽ 1 ടൺ എന്ന് വെച്ചാൽ 1000 കിലോഗ്രാം. 2 ടണ്ണാകുമ്പോൾ 2 ഗുണിക്കണം 1000 സമം 2000 കിലോഗ്രാം. അടുത്തത് മുളക് 2 ക്വിൻ്റലാണുള്ളത്. 1 ക്വിൻ്റൽ സമം 100 കിലോഗ്രാം. അപ്പോൾ 2 ക്വിൻ്റൽ എന്ന് പറയുമ്പോൾ 2 ഗുണിക്കണം 100 സമം 200 കിലോഗ്രാം. അടുത്തത് പയറാണ്. പയറ് 1 ടണ്ണാണുള്ളത്. 1 ടൺ എന്ന് വെച്ചാൽ 1000 കിലോഗ്രാം ആണ്. പിന്നെ ശർക്കര 7 ക്വിൻ്റലാണുള്ളത്. 1 ക്വിൻ്റൽ സമം 100 കിലോഗ്രാം ആണ്. അപ്പോൾ 7 ക്വിൻ്റൽ എന്ന് വെച്ചാൽ 7 ഗുണിക്കണം 100 സമം 700 കിലോഗ്രാം. അവസാനത്തേത് ഉണക്കമുന്തിരി 1/4 ക്വിൻ്റലാണ്. 1 ക്വിൻ്റൽ എന്ന് വെച്ചാൽ 100 കിലോഗ്രാം ആണ്. അപ്പോൾ 1/4 ക്വിൻ്റൽ എന്ന് പറയുമ്പോൾ 100 ഹരിക്കണം 4, 100നെ 4 ഭാഗമാക്കിയതിൽ 1 ഭാഗമാണ് 1/4 എന്ന് പറയുന്നത്. അപ്പോൾ 250 കിലോഗ്രാം ആണ് ഉള്ളത്. 1 ടൺ. കടയിലേക്ക് സാധനങ്ങളുമായി ലോറി വന്നു. ഒരു ചാക്കിൽ 50 കിലോഗ്രാം അരിയാണ് ഉള്ളത്. 1 ടൺ ഭാരമാകാൻ 50 കിലോ ഭാരമുള്ള എത്ര ചാക്കുകൾ വേണം? അപ്പോൾ 1 ടൺ എന്ന് വെച്ചാൽ എത്രയാണ് മക്കളെ? 1000 കിലോഗ്രാം ആണല്ലേ.
അപ്പോൾ ഒരു ചാക്കിൻ്റെ ഭാരം എന്ന് പറയുന്നത് 50 കിലോഗ്രാം ആണ്. അത് 1 ടൺ ആവണമെങ്കിൽ എത്ര വേണ്ടി വരും? 1000 ഹരിക്കണം 50. നമുക്ക് കിലോഗ്രാം മാത്രം നോക്കാം. 1000 ഹരിക്കണം 50. 1 ടൺ എന്ന് വെച്ചാൽ 1000 കിലോഗ്രാം ആണ്. അപ്പോൾ അത്തരത്തിലുള്ള എത്ര ചാക്കുകൾ വേണം 1 ടൺ ആവാൻ? 50 കിലോഗ്രാമിൻ്റെ എത്ര ചാക്കുകൾ വേണമെന്ന് നോക്കാൻ ഈ 1000ത്തെ 50 കൊണ്ട് ഹരിച്ചാൽ മതി. 1000ത്തെ 100 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 10 എന്ന് കിട്ടും അല്ലേ? അങ്ങനെയാണെങ്കിൽ 1000ത്തെ 50 കൊണ്ടാണെങ്കിലോ, 50 കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ 20 ചാക്കുകൾ വേണ്ടി വരും. 25 കിലോയുടെ എത്ര ചാക്കുകൾ ചേർന്നാൽ 1 ടണ്ണാകും? 50 കിലോയുടെ 20 ചാക്കുകൾ വേണം. 25 എന്ന് പറയുമ്പോൾ 50ൻ്റെ പകുതിയാണ്. അപ്പോൾ ചാക്കുകളുടെ എണ്ണം അതിൻ്റെ ഇരട്ടി വേണ്ടി വരും. 20ൻ്റെ ഇരട്ടി 40 ചാക്കുകൾ ചേർന്നാലാണ് 25 കിലോയുടെ ചാക്കുകൾ ചേർന്നാലാണ് 1 ടണ്ണാവുക. ടണ്ണും ക്വിൻ്റലും. കടയിൽ ഇറക്കിയ സാധനങ്ങൾ നോക്കൂ. തൂക്കം കണക്കാക്കി പട്ടിക പൂരിപ്പിക്കൂ. അരി 40 എണ്ണം ഇറക്കി, 40 ചാക്കിലിറക്കി. ഒരു ചാക്കിലെ തൂക്കം വരുന്നത് 50 കിലോഗ്രാം ആണ്. അങ്ങനെയെങ്കിൽ ആകെ തൂക്കം എത്ര? അതുപോലെ അത് ക്വിൻ്റലിലും ടണ്ണിലും എഴുതണം. 40 ചാക്കുകൾ, ഒരു ചാക്കിൽ 50 കിലോഗ്രാം. അപ്പോൾ ആകെ എത്രയായി? 50 ഗുണിക്കണം 40 അല്ലെങ്കിൽ 40 ഗുണിക്കണം 50. 4 ഗുണിക്കണം 5 20 പിന്നെ 2 0 കൂടെ ഇട്ട് കൊടുത്താൽ 2000 കിലോഗ്രാം. ഇത് എത്ര ക്വിൻ്റലാണ്? ഒരു ക്വിൻ്റൽ എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്. ഒരു ക്വിൻ്റൽ എന്ന് വെച്ചാൽ 100 കിലോഗ്രാം ആണ്. അതുപോലെ ഒരു ടൺ എന്ന് വെച്ചാൽ 1000 കിലോഗ്രാം ആണ്. അപ്പോൾ 2000 കിലോഗ്രാം എത്ര ക്വിൻ്റലാണ്? 2000 ഹരിക്കണം 100 സമം 20. അപ്പോൾ 20 ക്വിൻ്റലാണ്. അത് എത്ര ടണ്ണാണ്? 1000 കിലോഗ്രാം ആണ് ഒരു ടണ്ണ്. അപ്പോൾ 2000 കിലോഗ്രാം ആകുമ്പോൾ 2 ടണ്ണ്. അടുത്തത് പഞ്ചസാര. 20 ചാക്കുകളാണ്. ഒരു ചാക്കിലെ തൂക്കം 50 കിലോഗ്രാം ആണ്. അപ്പോൾ ആകെ തൂക്കം വരുന്നത് 20 ഗുണിക്കണം 50. 2 ഗുണിക്കണം 5 10 2 0 കൂടെ ഇട്ട് കൊടുത്താൽ 1000 കിലോഗ്രാം ആണ് ആകെ തൂക്കം. ഇതെത്ര ക്വിൻ്റലാണ് മക്കളെ? 1000 ഹരിക്കണം 100 സമം 10 ക്വിൻ്റലാണ്. എത്ര ടണ്ണാണ്? 1000 ആണ്. അപ്പോൾ 1 ടണ്ണാണ്. ഇനി പരിപ്പ് 25 ചാക്കുകളുണ്ട്. ഒരു ചാക്കിൽ 20 കിലോയാണ്. അങ്ങനെയെങ്കിൽ ആകെ തൂക്കം സമം 25 ഗുണിക്കണം 20. 25 ഗുണിക്കണം 2 50 ഒരു 0 കൂടെ ഇട്ട് കൊടുക്കുക. 500 കിലോഗ്രാം ആണ്. 500 കിലോഗ്രാം എത്ര ക്വിൻ്റലാണ്? 100 കിലോഗ്രാം ആണ് ഒരു ക്വിൻ്റൽ. അപ്പോൾ 500 കിലോഗ്രാം 5 ക്വിൻ്റലാണ്. എത്ര ടണ്ണാണ്? 1000 കിലോഗ്രാം ആണ് ഒരു ടൺ. അപ്പോൾ 500 കിലോഗ്രാം ആകുമ്പോൾ 1/2 ടണ്ണാണ്. ഇനി അടുത്തതായിട്ട് ഉഴുന്ന് 5 ചാക്കുകളാണ്. ഒരു ചാക്കിൽ 10 കിലോ വീതമാണുള്ളത്. അപ്പോൾ ആകെ തൂക്കം 5 ഗുണിക്കണം 10 50 കിലോഗ്രാം ആണ്. ഇത് എത്ര ക്വിൻ്റലാണ് മക്കളെ? ഒരു ക്വിൻ്റൽ എന്ന് വെച്ചാൽ 100 കിലോഗ്രാം ആണ്. അപ്പോൾ 50 കിലോഗ്രാം എത്ര ക്വിൻ്റലാണ്? 100ൻ്റെ പകുതി ആയിരിക്കും. അതായത് 1/2 ക്വിൻ്റലാണ്. പിന്നെ ടണ്ണിലേക്ക് അത് എത്തിയിട്ടില്ല. പിന്നെ പയറ് ചാക്ക് 5 ചാക്കുകളാണ്. ഒരു ചാക്കിൽ 50 കിലോ ആയിരുന്നു. അപ്പോൾ ആകെ തൂക്കം 5 ഗുണിക്കണം 50. 5 ഗുണിക്കണം 5 സമം 25. അപ്പോൾ 5 ഗുണിക്കണം 50 ആകുമ്പോൾ 250 കിലോഗ്രാം ആണ്. 250 കിലോഗ്രാം എന്ന് വെച്ചാൽ എത്ര ക്വിൻ്റലായി? 200 കിലോഗ്രാം എന്ന് പറയുമ്പോൾ 2 ക്വിൻ്റലാണ്. 50 കിലോഗ്രാം എന്ന് പറയുമ്പോൾ 1/2 ക്വിൻ്റൽ. അപ്പോൾ 250 കിലോഗ്രാം എന്ന് പറയുമ്പോൾ 2.5 ക്വിൻ്റലാണ്. ഇത് എത്ര ടണ്ണാണ്? 1000 കിലോഗ്രാം ആണ് ഒരു ടണ്ണ്. അപ്പോൾ 250 കിലോഗ്രാം എന്ന് പറയുമ്പോൾ 1/4 ടണ്ണാണ്. ഇനി മുളക് 4 ചാക്കുകളാണ്. ഒരു ചാക്കിൽ 50 എണ്ണമാണുള്ളത്. അപ്പോൾ ആകെ തൂക്കം 4 ഗുണിക്കണം 50. 4 ഗുണിക്കണം 5 സമം 20. അപ്പോൾ ഒരു 0 കൂടെ ഇട്ട് കൊടുത്താൽ 200 കിലോഗ്രാം ആണ്. ഇത് എത്ര ക്വിൻ്റലാണ്? ഒരു ക്വിൻ്റൽ 100 കിലോഗ്രാം ആണ്. അപ്പോൾ 200 ക്വിൻ്റൽ എന്ന് പറയുമ്പോൾ 2 ക്വിൻ്റലാണ്. 200 കിലോഗ്രാം എന്ന് പറയുമ്പോൾ 2 ക്വിൻ്റലാണ്. ടണ്ണിലേക്ക് പിന്നെ എത്തിയിട്ടില്ല. ബാക്കി കണക്കാക്കാം. സദ്യയ്ക്ക് ആവശ്യമായ ചില സാധനങ്ങൾ തൂക്കിത്തന്നത് മറ്റൊരാളാണ്. 1 കിലോ പാക്കറ്റിൽ നിന്നാണ് സാധനങ്ങൾ എടുത്തത്. ഓരോ പാക്കറ്റിലും എത്ര ബാക്കിയുണ്ട്? അപ്പോൾ നമുക്കിവിടെ സാധനം അവർ വാങ്ങിയ തൂക്കം, അതായത് 1 കിലോഗ്രാമിൽ നിന്നാണ് എടുത്തത്. അപ്പോൾ ബാക്കി എത്ര എന്നുള്ളതാണ് പട്ടികയിൽ തന്നിരിക്കുന്നത്. ആദ്യത്തേത് നോക്കൂ, ഏലക്കായ 250 ഗ്രാമാണ് വാങ്ങിയത്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം മക്കളെ? എത്ര കിലോഗ്രാം ആണ്? ഗ്രാം എന്ന് വെച്ചാൽ എത്ര കിലോഗ്രാം ആണ്? അതിവിടെ എഴുതി വെക്കാം. 1000 ഗ്രാമാണ് 1 കിലോഗ്രാം. അതായത് 1 കിലോഗ്രാം ആവണമെങ്കിൽ 1000 ഗ്രാം ചേരണം. അപ്പോൾ ഏലക്കായ വാങ്ങിയത് 250 ഗ്രാമാണ്. അതായത് 1000 ഗ്രാമിൽ നിന്നാണ് 250 ഗ്രാം വാങ്ങിയത്. അപ്പോൾ ബാക്കി 1000 കുറയ്ക്കണം 250 സമം 750 ഗ്രാം ബാക്കി ഉണ്ടായിരിക്കും. അടുത്തതായി കശുവണ്ടി പരിപ്പ് അവർ 900 ഗ്രാം വാങ്ങി. അതായത് 1000 ഗ്രാമിൽ നിന്ന് 900 ഗ്രാം കുറയ്ക്കുക, 100 ഗ്രാം ബാക്കിയുണ്ട്.
പിന്നെ അടുത്തത് ഉണക്കമുന്തിരിയാണ്. ഉണക്കമുന്തിരി 1000 ഗ്രാമാണ് വാങ്ങിയത്. 1000 ഗ്രാമിൽ നിന്ന് 1000 ഗ്രാം പോയാൽ ബാക്കി 0 അല്ലേ. പിന്നെ മഞ്ഞൾ അവർ 750 ഗ്രാം വാങ്ങി. അതായത് 1000 കുറയ്ക്കണം 750 സമം 250 ഗ്രാം ബാക്കിയുണ്ട്. ജീരകം 500 ഗ്രാം വാങ്ങി. 1000 കുറയ്ക്കണം 500 സമം 500 ഗ്രാം ഇനി ബാക്കിയുണ്ട്. വാങ്ങിയ സാധനങ്ങളുടെ ആകെ തൂക്കം എത്രയാണ്? അപ്പോൾ ഈ വാങ്ങിയ തൂക്കം മുഴുവൻ കൂട്ടി നോക്കുക. 250 കൂട്ടണം 900 കൂട്ടണം 1000 കൂട്ടണം 750 കൂട്ടണം 500 എല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോൾ നമുക്ക് ആകെ 3400 എന്ന് കിട്ടും. അതായത് 3400 ഗ്രാം. ഈ 3400 ഗ്രാം എന്ന് വെച്ചാൽ എത്ര കിലോഗ്രാമും ഗ്രാമുമായിട്ട് മാറ്റി എഴുതാം? 1000 ഗ്രാമാണ് 1 കിലോഗ്രാം. അപ്പോൾ 3400-ൽ 3 കിലോഗ്രാം ഉണ്ടല്ലേ. 3000 ബാക്കി 400. അപ്പോൾ 3 കിലോഗ്രാം 400 ഗ്രാം. ഭാരം എത്ര? നോക്കൂ, ഇവിടെ ത്രാസിൽ 12 പോയിന്റ്, ആ കുത്ത് കണ്ടോ, അത് പോയിന്റ് 0.000 എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആ കുട്ടി സംശയം ചോദിക്കുകയാണ് 12.000 എന്നാൽ എത്ര ഭാരം? അപ്പോൾ അവിടെ ഒരു മുത്തശ്ശൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് 12 കിലോഗ്രാം. അപ്പോൾ മക്കളെ, ആ പോയിന്റ് ആ കുത്തിന് മുന്നേ എഴുതിയത് കിലോഗ്രാം ആണ്, കുത്തിന് ശേഷം എഴുതിയത് മില്ലിഗ്രാം ആണ്. അപ്പോൾ 12 കിലോഗ്രാം എന്ന് വെച്ചാൽ 12 കിലോഗ്രാം 0 മില്ലിഗ്രാം എന്നല്ലേ. താഴെ കൊടുത്തിരിക്കുന്ന അളവുകളുടെ ഭാരം എഴുതി പട്ടിക പൂർത്തിയാക്കൂ. നമുക്കിവിടെ ത്രാസിൽ കാണുന്നത് എത്രയാണ്, യഥാർത്ഥ ഭാരം എങ്ങനെയാണ് കിലോഗ്രാമിലും ഗ്രാമിലും വരുന്നത്, അതാണ് നോക്കുന്നത്. 10.000 ആണ് ആദ്യം എഴുതിയിരിക്കുന്നത്, അതായത് 10 കിലോഗ്രാം ആണ്. പിന്നെ 13.070, അതായത് 13 കിലോ 70 ഗ്രാം. ആ ഡോട്ട് കണ്ടോ, പോയിന്റ് കണ്ടോ, ആ പോയിന്റിന് മുന്നേ ഉള്ളതാണ് കിലോഗ്രാം, അതിന് ശേഷമുള്ളതെല്ലാം ഗ്രാമിലേക്ക് വരും, ഗ്രാമായിട്ടാണ് പറയുക. അങ്ങനെ ആലോചിച്ചാൽ മതി കേട്ടോ. മൂന്നാമത്തേത് 7.250, അതായത് 7 കിലോ 250 ഗ്രാം. നാലാമത്തേത് 0.500, അപ്പോൾ 500 ഗ്രാം ആണ് 1 കിലോ. 0 ആണ് അവിടെയുള്ള കിലോഗ്രാമിൻ്റെ സ്ഥാനത്ത്, അപ്പോൾ കിലോഗ്രാം എഴുതണ്ട, 500 ഗ്രാം. പിന്നെ 1.005, അതായത് 1 കിലോയും 5 ഗ്രാമും. 9.900, 9 കിലോയും 900 ഗ്രാമും. 1 ക്വിൻ്റലുണ്ടോ? ഇവിടെ ഒരു ചുമട്ടുതൊഴിലാളി പറയാണ് 1 ക്വിൻ്റലിന് 50 രൂപയാണ് കൂലി. അതായത് 1 ക്വിൻ്റൽ ഭാരം എടുക്കാൻ, 1 ക്വിൻ്റൽ എന്ന് വെച്ചാൽ നമുക്കറിയാം എത്രയാണ്, 100 ഗ്രാം ആണല്ലേ. 100 കിലോഗ്രാം ആണ്. ഓക്കെ, 100 കിലോഗ്രാം ആണ് 1 ക്വിൻ്റൽ. അതിന് 50 രൂപയാണ് കൂലി. മിലനും അച്ഛനും വാങ്ങിയ പച്ചക്കറികൾ ഓട്ടോയിൽ കയറ്റി. വെണ്ട 10 കിലോഗ്രാം, മത്തൻ 25 കിലോഗ്രാം, ഉരുളക്കിഴങ്ങ് 50 കിലോഗ്രാം, തക്കാളി 15 കിലോഗ്രാം, പച്ചമുളക് 2500 ഗ്രാം, മാങ്ങ 5 കിലോഗ്രാം, ക്യാരറ്റ് 10 കിലോഗ്രാം, ഉള്ളി 30 കിലോഗ്രാം, ഇഞ്ചി 3500 ഗ്രാം. സാധനങ്ങളുടെ ആകെ തൂക്കം 1 ക്വിൻ്റലിൽ കൂടുതലോ കുറവോ? നോക്കൂ, അപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്ന എല്ലാ അളവും കൂടെ കൂട്ടി നോക്കണം. അപ്പോൾ നമുക്കിതിന് എല്ലാത്തിനെയും എന്ത് ചെയ്യാം, കിലോഗ്രാമിലേക്ക് മാറ്റാം അല്ലേ, അല്ലെങ്കിൽ എല്ലാം ഗ്രാമിലേക്ക് മാറ്റുക. അപ്പോൾ അതിലേറെ എളുപ്പം നമുക്ക് കിലോഗ്രാമിലേക്ക് മാറ്റുന്നതാണ്. നോക്കൂ, 10 കിലോഗ്രാം 10 കൂട്ടണം 25 കൂട്ടണം 50 കൂട്ടണം 15 കൂട്ടണം. പിന്നെ 2500 ഗ്രാം എന്ന് കണ്ടോ പച്ചമുളകിൻ്റെ, അതെത്രയാണ് ശരിക്കും വരുന്നത്? 2 കിലോയും 500 ഗ്രാമുമാണ്. അപ്പോൾ 15 കൂട്ടണം 2 കൂട്ടണം 500 ഗ്രാം നമുക്കവിടെ മാറ്റി വയ്ക്കാം. ബാക്കി നോക്കാം. 2 കൂട്ടണം 5 കൂട്ടണം 10 കൂട്ടണം 30 കൂട്ടണം. അവസാനത്തെ ഇഞ്ചിയുടെ 3500 ഗ്രാം എന്നുള്ളത് 3 കിലോയും 500 ഗ്രാമും എന്ന് നമുക്ക് മാറ്റി എഴുതാം. അപ്പോൾ 500 നമുക്കവിടെ മാറ്റി വയ്ക്കാം. ഓക്കെ, 3. പിന്നെ നമ്മൾ മാറ്റി വെച്ച ഈ 500 ഉണ്ടല്ലോ, അതായത് പച്ചമുളകിലെ 500 ഗ്രാമും ഇഞ്ചിയിലെ 500 ഗ്രാമും. 500 കൂട്ടണം 500 1000, അപ്പോൾ അതൊരു കിലോഗ്രാം ആയില്ലേ. അപ്പോൾ കൂട്ടണം 1, അതുകൂടെ നമുക്ക് ചെയ്യാം. എല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 151 കിലോഗ്രാം എന്നാണ് കിട്ടുന്നത്. 1 ക്വിൻ്റൽ എന്ന് വെച്ചാൽ 100 കിലോഗ്രാം ആണ്. അപ്പോൾ 1 ക്വിൻ്റലിൽ കൂടുതലോ കുറവോ? കൂടുതലാണല്ലേ. 151 എന്നത് 100-നേക്കാട്ടിലും കൂടുതലാണ്. അപ്പോൾ 1 ക്വിൻ്റലിൽ കൂടുതലാണ്. എത്ര കൂടുതൽ അല്ലെങ്കിൽ എത്ര കുറവ്? എത്ര കൂടുതൽ എന്ന് എങ്ങനെ കാണാം? വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ച് നോക്കുക. 151 കുറയ്ക്കണം 100 സമം 51 കിലോഗ്രാം കൂടുതലുണ്ട്. എത്ര പാക്കറ്റുകൾ? 1 കിലോ പാക്കറ്റ് കുറവായതിനാൽ 1/4 കിലോയുടെ 2 പാക്കറ്റും 1/2 കിലോയുടെ 3 പാക്കറ്റും കൂടിയെടുത്താണ് കച്ചവടക്കാരൻ മല്ലി കൊടുത്തത്. ഇങ്ങനെ 10 കിലോഗ്രാം കൊടുത്തപ്പോൾ ആകെ എത്ര പാക്കറ്റായി എങ്ങനെയാണ് കണക്കാക്കുക? എന്താ മക്കളെ ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത്? 1 കിലോ പാക്കറ്റ് ആദ്യം എടുത്തു, അപ്പോൾ അത് കുറവാണ്, അതുകൊണ്ട് 1/4 കിലോയുടെ 2 പാക്കറ്റും 1/2 കിലോയുടെ 3 പാക്കറ്റും കൂടി കൊടുത്തു അല്ലേ. അപ്പോൾ ചോദ്യങ്ങൾ നോക്കൂ. 1/4 കിലോയുടെ 2 പാക്കറ്റ് ചേർന്നാൽ എത്ര ഗ്രാം ആകും? 1/4 കിലോ എന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, 1000
ഹരിക്കണം 4 അല്ലെ, 250 ഗ്രാമാണ് 1/4 കിലോ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ 2 പാക്കറ്റുകൾ, 1/4 കിലോയുടെ 2 പാക്കറ്റ് ഉണ്ട്. അതായത് 250 കൂട്ടണം 250, 500 ഗ്രാമാണ്. 1/2 കിലോയുടെ 3 പാക്കറ്റ് ചേർന്നാലോ, 1/2 കിലോ എന്ന് വെച്ചാൽ 500 ഗ്രാമാണ്. അങ്ങനെയുള്ള 3 500 കൂട്ടണം 500 കൂട്ടണം 500, 1500 ഗ്രാമാണ്. ആകെ ഭാരം എത്രയായി? 1/4 കിലോയുടെ 2 പാക്കറ്റിൻ്റെ ഭാരമായ 500ഉം ഈ 1500ഉം തമ്മിൽ കൂട്ടുക. 500 കൂട്ടണം 1500, 2000 ഗ്രാമാണ്. അതായത് 2 കിലോഗ്രാമാണ്. 10 കിലോഗ്രാം ആകാൻ 1 കിലോഗ്രാമിൻ്റെ എത്ര പാക്കറ്റ് കൂടി വേണം? ഇപ്പോൾ 1/4 കിലോയുടെയും 1/2 കിലോഗ്രാമിൻ്റെയും പാക്കറ്റുകളിൽ നിറച്ചത് അങ്ങനെ ടോട്ടൽ 2 കിലോഗ്രാം ആയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇനി ബാക്കി 10 കുറയ്ക്കണം 2, 8 പാക്കറ്റുകൾ കൂടെ വേണ്ടി വരും. എല്ലാം 1/2 കിലോ പാക്കറ്റ് ആയിരുന്നെങ്കിൽ എത്ര പാക്കറ്റുകൾ ഉണ്ടാകും? ആകെ 10 കിലോഗ്രാമാണ് സാധനം വേണ്ടത്. ഇതെല്ലാം ഓരോന്നും ഓരോ കിലോഗ്രാമിൻ്റെ പാക്കറ്റിലാണെങ്കിൽ നമുക്ക് 10 പാക്കറ്റ് വേണ്ടി വരും അല്ലേ. അപ്പം എല്ലാം 1/2 കിലോയുടെ പാക്കറ്റ് ആണെങ്കിലോ 10ൻ്റെ ഇരട്ടി പാക്കറ്റ് വേണ്ടി വരും. അതായത് 20 പാക്കറ്റുകൾ വേണ്ടി വരും. എല്ലാം 1/4 കിലോ പാക്കറ്റ് ആയിരുന്നെങ്കിലോ, 1/4 കിലോ എന്ന് പറയുമ്പോൾ ഈ 1/2 കിലോയുടെയും പകുതിയാണ്. അപ്പോൾ 1/2 കിലോ ആണെങ്കിൽ 20 പാക്കറ്റ് വേണം. അങ്ങനെയെങ്കിൽ 1/4 കിലോ ആണെങ്കിൽ 20ൻ്റെ ഇരട്ടി 40 പാക്കറ്റുകൾ വേണം. നെയ്യ് എത്ര? നെയ്യ് വാങ്ങിയപ്പോൾ കച്ചവടക്കാരൻ കൊടുത്തത് 250 മില്ലി ലിറ്ററിൻ്റെ 2 കുപ്പിയും 500 മില്ലി ലിറ്ററിൻ്റെ 1 കുപ്പിയുമാണ്. എത്ര നെയ്യ് വാങ്ങി? അപ്പോൾ നോക്കൂ മക്കളെ, നമ്മളിപ്പോൾ ഗ്രാമിൽ നിന്നും കിലോഗ്രാമിൽ നിന്നുമൊക്കെ എങ്ങോട്ടേക്കാണ് എത്തിയത്? മില്ലി ലിറ്ററിലേക്കും എത്തി കേട്ടോ. അപ്പോൾ 250 മില്ലി ലിറ്ററും 500 മില്ലി ലിറ്ററും ആണല്ലേ. അതായത് നമ്മൾ ഇത് വർക്ക് ചെയ്യുന്നതിന് മുന്നേ അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവമുണ്ട്. എന്താണ്? 1 ലിറ്റർ എന്ന് വെച്ചാൽ 1000 മില്ലി ലിറ്റർ ചേർന്നതാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ 1 കിലോഗ്രാം 1000 ഗ്രാം ആണെന്ന് പറഞ്ഞതുപോലെ തന്നെ 1 ലിറ്റർ എന്ന് വെച്ചാൽ 1000 മില്ലി ലിറ്റർ ചേർന്നതാണ്. അപ്പോൾ ഇവിടെ 250 മില്ലി ലിറ്ററിൻ്റെ 2 കുപ്പി കൊടുത്തു. അതായത് 250 കൂട്ടണം 250, 500 മില്ലി ലിറ്റർ. പിന്നെ 500 മില്ലി ലിറ്ററിൻ്റെ 1 കുപ്പിയും. അപ്പോൾ 500 കൂട്ടണം 500 സമം 1000 മില്ലി ലിറ്ററായി. 1000 മില്ലി ലിറ്ററിനെ നമുക്ക് 1 ലിറ്റർ എന്നും പറയാം. എല്ലാം 100 മില്ലിയുടെ കുപ്പി ആയിരുന്നെങ്കിൽ എത്ര കുപ്പി നെയ്യുണ്ടാകും? 1000 മില്ലിയാണ്. 100 മില്ലിയുടേതാണെങ്കിൽ 10 കുപ്പികൾ ഉണ്ടാവും. 10 കുപ്പിയിൽ നിറച്ചാലല്ലേ 1000 മില്ലി ആവുകയുള്ളൂ. എല്ലാം 250 മില്ലിയുടെ കുപ്പി ആയിരുന്നെങ്കിലോ, 250 4 തവണ കൂട്ടുമ്പോഴാണ് 1000 ആവുക. അതുകൊണ്ട് 250ൻ്റെ കുപ്പിയാണെങ്കിൽ 4 കുപ്പി വേണമായിരുന്നു. വീട്ടിലേക്ക് ടിപ്പർ ഓട്ടോയിൽ 635 കിലോ പലചരക്ക് സാധനങ്ങളും 375 കിലോ പച്ചക്കറികളും കയറ്റിയ സാധനങ്ങളുടെ ആകെ ഭാരം എത്രയാണ്? 635 കൂട്ടണം 375 ചെയ്ത് നോക്കണം. എല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 1010 എന്ന് കിട്ടും. അപ്പോൾ 1010 കിലോഗ്രാമാണ് ആകെ ഭാരം. അപ്പോൾ 1000 കിലോഗ്രാം എന്ന് വെച്ചാൽ എത്രയായി മക്കളെ? 1 ടണ്ണായല്ലേ. അപ്പോൾ 1 ടണ്ണും 10 കിലോഗ്രാമും അങ്ങനെയും എഴുതാം. വാട്ടർ ടാങ്ക് 1000 ലിറ്ററിൻ്റെയും 500 ലിറ്ററിൻ്റെയും ഓരോ ടാങ്കും 200 ലിറ്ററിൻ്റെ 2 ടാങ്കും ഉണ്ട്. എല്ലാ ടാങ്കിലും വെള്ളം നിറയ്ക്കണം. ആകെ എത്ര ലിറ്റർ വെള്ളം നിറയ്ക്കാം? അപ്പോൾ ടാങ്ക് 1 1000 ലിറ്റർ, പിന്നെ രണ്ടാമത്തെ ടാങ്കിൽ 500 ലിറ്റർ, മൂന്നാമത്തെയും നാലാമത്തെയും ടാങ്കുകളിൽ 200 ലിറ്റർ വീതം. അപ്പോൾ 1000 കൂട്ടണം 500, 1500, 1500ലേക്ക് 200 കൂട്ടുമ്പോൾ 1700, 1700ലേക്ക് 200 കൂടെ കൂട്ടുമ്പോൾ 1900 ലിറ്ററാണ് ആകെ വെള്ളം. ഇനി നമുക്കിതിലെ തുടർ ചോദ്യങ്ങൾ നോക്കാം. ചോദ്യം 1. ജോണി മരച്ചീനി കർഷകനാണ്. വിളവെടുത്തപ്പോൾ 2 ക്വിൻ്റൽ 65 കിലോഗ്രാം മരച്ചീനി കിട്ടി. 1 കിലോയ്ക്ക് 20 രൂപ വെച്ച് വിറ്റു. ആകെ എത്ര രൂപയാണ് ജോണിക്ക് കിട്ടിയത്? അപ്പോൾ ആകെ വിളവെടുത്ത മരച്ചീനി സമം 2 ക്വിൻ്റൽ 65 കിലോഗ്രാമാണ്. ഇത് കിലോഗ്രാമിൽ മാത്രം എഴുതിയാൽ എങ്ങനെ എഴുതാം? 1 ക്വിൻ്റൽ എന്ന് വെച്ചാൽ 100 കിലോഗ്രാം ആണ്. അപ്പോൾ 2 ക്വിൻ്റൽ എന്ന് വെച്ചാൽ 200 കിലോഗ്രാം. 2 ക്വിൻ്റൽ 65 കിലോഗ്രാം എന്ന് വെച്ചാൽ 200 കൂട്ടണം 65, 265 കിലോഗ്രാം ആണ്. 1 കിലോയ്ക്ക് വിറ്റ വില എന്ന് പറയുന്നത് 20 രൂപയാണ്. അപ്പോൾ 265 കിലോയ്ക്ക് വിറ്റപ്പോൾ എത്ര കിട്ടിയിട്ടുണ്ടായിരിക്കും? 265 ഗുണിക്കണം 20. 265നെ 2 കൊണ്ട് ഗുണിച്ചാൽ 530 ഉത്തരം. അതിലേക്കൊരു 0 കൂടി ഇട്ട് കൊടുക്കുക, 20 കൊണ്ടല്ലേ. അപ്പോൾ 5300 രൂപയാണ് ഉത്തരം. ചോദ്യം 2. ഒരു ചാക്കിൽ 50 കിലോഗ്രാം അരിയുണ്ട്. മില്ലിൽ നിന്നും 60 ചാക്ക് അരി ലോറിയിൽ കയറ്റി. ലോറിയിൽ കയറ്റിയത് എത്ര ടൺ അരിയാണ്? അപ്പോൾ ഒരു ചാക്കിലെ അരി സമം 50 കിലോഗ്രാം.
ആകെ കയറ്റിയ ചാക്കുകൾ സമം 60 എങ്കിൽ ആകെ കയറ്റിയ ഭാരം എത്രയാണ്? 60 ഗുണിക്കണം 50. 6 ഗുണിക്കണം 5 3 30 30ലേക്ക് 2 പൂജ്യം കൂടി ഇട്ടാൽ 3000 കിലോഗ്രാം ആണ് ആകെ കയറ്റിയ അരി. ഇത് എത്ര ടണ്ണാണ്? ഒരു ടൺ എന്ന് വെച്ചാൽ 1000 കിലോഗ്രാം ആണ്. അപ്പോൾ 3000 കിലോഗ്രാം എന്ന് പറയുമ്പോൾ 3 ടണ്ണാണ്. ചോദ്യം 3. 2000 ലിറ്റർ വെള്ളം കൊള്ളുന്ന ടാങ്ക് നിറയാൻ 765 ലിറ്റർ വെള്ളം കൂടി വേണം. ടാങ്കിൽ ഇപ്പോഴുള്ള വെള്ളത്തിന്റെ അളവ് എത്ര? ടാങ്കിൽ ആകെ കൊള്ളുന്ന വെള്ളം സമം 2000 ലിറ്റർ ആണ്. ഈ 2000 ലിറ്ററിൽ ഇനി നിറയാൻ ആവശ്യമുള്ള, അതായത് ഈ ടാങ്ക് നിറയാൻ ആവശ്യമുള്ള വെള്ളം സമം 765 ലിറ്റർ ആണ്. അപ്പോൾ ഈ ടാങ്കിൽ ഇപ്പോൾ എത്ര വെള്ളമുണ്ട്? 2000 കുറയ്ക്കണം, 765 ചെയ്യണം. 2000 നിന്ന് 700 പോയാൽ 1300, 1300 നിന്ന് 65 കൂടെ പോയാൽ 1235. അപ്പോൾ ഇപ്പോൾ ടാങ്കിലുള്ള വെള്ളം 1235 ലിറ്റർ ആണ്. ചോദ്യം 4. മാവേലി സ്റ്റോറിൽ നിന്നും ബിനു വാങ്ങിയ സാധനങ്ങളാണ് പട്ടികയിൽ. അവ ഒരു തുണി സഞ്ചിയിലാക്കി. സഞ്ചിയിലെ സാധനങ്ങളുടെ ആകെ ഭാരം എത്ര കിലോഗ്രാം ആണ്? അപ്പോൾ ബിനു വാങ്ങിയ സാധനങ്ങൾ: മട്ടയരി 2 കിലോഗ്രാം, പഞ്ചസാര 1500 ഗ്രാം, മുളകുപൊടി 250 ഗ്രാം, മല്ലിപ്പൊടി 250 ഗ്രാം, പരിപ്പ് 500 ഗ്രാം, ചെറുപയർ 500 ഗ്രാം, വൻപയർ 500 ഗ്രാം, കടല 500 ഗ്രാം, ആട്ട 200 കിലോഗ്രാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം മക്കളെ? ആദ്യം കിലോഗ്രാമിൻ്റെ 2 അളവുകൾ മാത്രം കൂട്ടി നോക്കാം. 2 കൂട്ടണം 2, മട്ടയരിയും ആട്ടയും മാത്രം. അപ്പോൾ അതാകെ എത്രയായി? 4 കിലോഗ്രാം ആയി. ഇനി നമുക്ക് ഗ്രാമിൻ്റെ അളവുകൾ നോക്കാം. ബാക്കിയെല്ലാം കൂടെ കൂട്ടാം. 1500 കൂട്ടണം 250 കൂട്ടണം 250 കൂട്ടണം 500 കൂട്ടണം 500 കൂട്ടണം 500 കൂട്ടണം 500. എല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 4000 ഗ്രാം എന്ന് കിട്ടും. 4000 ഗ്രാം എന്ന് വെച്ചാൽ എത്ര കിലോഗ്രാം ആണ്? 1000 ഗ്രാം ആണ് 1 കിലോഗ്രാം. അപ്പം 4000 ഗ്രാം എന്ന് വെച്ചാൽ 4 കിലോഗ്രാം. സോ 4 കൂട്ടണം 4, ആകെ 8 കിലോഗ്രാം ആണ് വാങ്ങിയ ഭാരം. ചോദ്യം 5. എണ്ണ കച്ചവടക്കാരൻ 500 മില്ലി ലിറ്ററിൻ്റെ 5 കുപ്പിയിലും 200 മില്ലി ലിറ്ററിൻ്റെ 6 കുപ്പിയിലും എണ്ണ നിറച്ചപ്പോൾ പാത്രത്തിൽ 1 ലിറ്റർ 300 മില്ലി ലിറ്റർ എണ്ണ ബാക്കി വന്നു. ആദ്യം എത്ര എണ്ണ ഉണ്ടായിരുന്നു? അപ്പം ഇതിനായിട്ട് എന്താ ചെയ്യുക മക്കളെ? ആദ്യം കച്ചവടക്കാരൻ നിറച്ച അളവുകൾ നമുക്ക് നോക്കാം. 500 മില്ലി ലിറ്ററിൻ്റെ 5 കുപ്പി അല്ലേ? അതായത് 500 ഗുണിക്കണം 5 സമം 2500 മില്ലി ലിറ്റർ. ഉടനെ തന്നെ നിൽക്കട്ടെ, നമുക്ക് ലിറ്ററിലേക്ക് മാറ്റാം. അതിന് മുന്നേയായിട്ട് 2500 മില്ലി ലിറ്റർ അങ്ങനെ തന്നെ നിൽക്കട്ടെ. പിന്നെ 200 മില്ലി ലിറ്ററിൻ്റെ 6 കുപ്പി, അതായത് 200 ഗുണിക്കണം 6 1200 മില്ലി ലിറ്റർ. ഓക്കെ, അപ്പോൾ ആകെ എത്രയായി? 2500 കൂട്ടണം 1200, 3700 മില്ലി ലിറ്റർ. അതായത് 3 ലിറ്ററും 700 മില്ലി ലിറ്ററും. ഇനി ഇത് നിറച്ച ശേഷം ബാക്കിയുള്ള എണ്ണ എത്രയാണ്? 1 ലിറ്ററും 300 മില്ലി ലിറ്ററും. അപ്പോൾ ഈ നിറച്ച പാത്രങ്ങളിൽ നിറച്ച എണ്ണയും ഈ ബാക്കി വന്ന, അതായത് ഇനി നിറയ്ക്കാനുള്ള ഈ എണ്ണയും തമ്മിൽ കൂട്ടിയാൽ ആകെ എത്ര എണ്ണ ഉണ്ടായിരുന്നു എന്ന് കിട്ടുമല്ലോ. 3700 കൂട്ടണം, ഒന്നുകിൽ നിങ്ങൾക്ക് 2 മില്ലി ലിറ്ററിലേക്ക് മാറ്റി എഴുതാം, അതല്ലെങ്കിൽ ലിറ്ററും മില്ലി ലിറ്ററും തന്നെ ആക്കിയിട്ട് എഴുതാം. അപ്പോൾ നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് 2 മില്ലി ലിറ്ററിലേക്ക് മാറ്റി എഴുതാം കേട്ടോ. 3700 കൂട്ടണം 1 ലിറ്റർ 300 മില്ലി ലിറ്റർ എന്ന് വെച്ചാൽ 1300 മില്ലി ലിറ്റർ. 3700 കൂട്ടണം 1300 മില്ലി ലിറ്റർ. എത്രയാണ്? 5000 മില്ലി ലിറ്റർ എന്ന് കിട്ടും. 5000 മില്ലി ലിറ്റർ എന്ന് വെച്ചാൽ 5 ലിറ്റർ. ചോദ്യം 6. പട്ടിക പൂരിപ്പിക്കൂ. നമുക്കിവിടെ പട്ടികയിൽ ഒരളവ് ഗ്രാമിലും പിന്നെ അതിനെ കിലോഗ്രാമിലേക്ക് മാറ്റിയതും കിലോഗ്രാമിലും ഗ്രാമിലും എങ്ങനെ എഴുതാം, വേർതിരിച്ചെഴുതാം, അതുമാണ് തന്നിട്ടുള്ളത്. 2500 ഗ്രാമാണ് ആദ്യത്തേത്. അതിനെ 2 കിലോഗ്രാം 500 ഗ്രാം എന്ന് എഴുതാം. 2.5 കിലോഗ്രാം എന്ന് മാത്രം നമുക്ക് പറയാം. 500 ഗ്രാം എന്ന് വെച്ചാൽ 1/2 കിലോഗ്രാം അല്ലേ? അപ്പോൾ 2.5 കിലോഗ്രാം എന്ന് നമുക്ക് പറയാം. രണ്ടാമത്തേത് 3250 ഗ്രാം, അതായത് 3.25 കിലോഗ്രാം ആണ്. 3 കിലോയും 250 ഗ്രാമും. പിന്നെ അടുത്തത് 1.25 കിലോഗ്രാം. 1.25 കിലോഗ്രാം എന്ന് വെച്ചാൽ 1 കിലോഗ്രാമും 3/4 എന്ന് പറഞ്ഞാൽ 750 ഗ്രാമും. 1 കിലോഗ്രാമും 750 ഗ്രാമും. അപ്പോൾ ഗ്രാമിൽ മാത്രമാവുമ്പോൾ 1750 ഗ്രാം എന്ന് പറയാം. നാലാമത്തേത് 4 കിലോഗ്രാമും 250 ഗ്രാമുമാണ്, അതായത് 4.25 കിലോഗ്രാം ആണ്. 4250 ഗ്രാമാണ്. ചോദ്യം 7. പാൽ സൊസൈറ്റിയിൽ തിങ്കളാഴ്ച കിട്ടിയ പാല് 550 ലിറ്റർ 750 മില്ലി ലിറ്റർ ആണ്. 85 ലിറ്റർ 250 മില്ലി ലിറ്റർ പാൽ സൊസൈറ്റിയിൽ തന്നെ വിറ്റുപോയി. ബാക്കിയുള്ള പാൽ മിൽമയ്ക്ക് കൊടുത്തു. എത്ര പാലാണ് മിൽമയ്ക്ക് കൊടുത്തത്?
അപ്പോൾ പാൽ സൊസൈറ്റിയിൽ കിട്ടിയ പാല് സമം 550 ലിറ്റർ 750 മില്ലി ലിറ്റർ ആണ്. സൊസൈറ്റിയിൽ വിറ്റ പാൽ സമം 85 ലിറ്റർ 250 മില്ലി ലിറ്റർ ആണ്. അതായത് സൊസൈറ്റിയിൽ വിറ്റ പാലിൽ നിന്ന് ഇനി ബാക്കി മിൽമയ്ക്ക് കൊടുത്തത് ബാക്കിയാണ്. അപ്പോൾ മിൽമയ്ക്ക് കൊടുത്തത് സമം ഈ 550 ലിറ്റർ 750 മില്ലി ലിറ്ററിൽ നിന്നും 85 ലിറ്റർ 250 മില്ലി ലിറ്റർ കുറച്ച് നോക്കിയാൽ മതി. ആദ്യം നമുക്ക് മില്ലി ലിറ്റർ തമ്മിൽ കുറയ്ക്കാം. ഈ 750 കുറയ്ക്കണം 250 500 മില്ലി ലിറ്റർ ആണ്. 550 കുറയ്ക്കണം 85 ലിറ്റർ തമ്മിൽ കുറയ്ക്കുമ്പോൾ 465 എന്ന് വരും. അതായത് മിൽമയ്ക്ക് കൊടുത്ത പാല് സമം 465 ലിറ്റർ 500 മില്ലി ലിറ്റർ ആണ്. ചോദ്യം 8. സ്കൂളിൽ ഓണസദ്യയുടെ ഒരുക്കങ്ങൾ നടക്കുകയാണ്. 100 മില്ലി ലിറ്റർ കൊള്ളുന്ന ഗ്ലാസ്സിലാണ് പായസം നൽകുന്നത്. 1000 ആളുകൾക്ക് കൊടുക്കാൻ എത്ര ലിറ്റർ പായസം വേണം? അപ്പോൾ 100 മില്ലി ലിറ്റർ ആണ് ഒരു ഗ്ലാസ്സിൽ കൊള്ളുക. അങ്ങനെ 1000 ആളുകൾക്ക് കൊടുക്കുമ്പോൾ ആകെ 1000 ആളുകൾക്ക് കൊടുക്കുന്ന പായസം സമം 1000 ഗുണിക്കണം 100 സമം 1,00,000 മില്ലി ലിറ്റർ ആണ്. ഈ 1,00,000 മില്ലി ലിറ്റർ എന്ന് വെച്ചാൽ എത്ര ലിറ്റർ ആണ് മക്കളെ? 1000 ലിറ്റർ ആണ് 1000 മില്ലി ലിറ്റർ ആണ് 1 ലിറ്റർ. അപ്പോൾ 1,00,000 മില്ലി ലിറ്റർ എന്ന് പറയുമ്പോൾ 1,00,000 ഹരിക്കണം 1000. 3 0 2 നിന്നും വെട്ടിക്കളയുക. അപ്പോൾ 100 എന്ന് വരും. അതായത് 100 ലിറ്റർ പായസമാണ് ആകെ വേണ്ടത്. അതിൽ തന്നെ രണ്ടാമത്തെ ചോദ്യം, 1 കിലോഗ്രാം അരി കൊണ്ട് ചോറ് വെച്ചാൽ 8 പേർക്ക് കഴിക്കാം എന്നാണ് കണക്കാക്കുന്നത്. 100 കിലോ അരി കൊണ്ട് ചോറ് വെച്ചാൽ എത്ര പേർക്ക് കഴിക്കാം? 100 ഗുണിക്കണം 8 സമം 800 പേർക്ക് കഴിക്കാനാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാട്ടോ മക്കളെ നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാനായിട്ടുള്ളത്. പാഠഭാഗവും അതിൽ ചെയ്ത ചോദ്യങ്ങളൊക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നമ്മുടെ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ 4ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസിന് വേണ്ടി മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുകയും ചെയ്യണേ. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്